കെഎസ്ആർടിസിയിൽ ശമ്പളം നൽകുന്നതിനായി ധനം വകുപ്പ് 30 കോടി അനുവദിച്ചു. ശമ്പളത്തുക ബാങ്ക് അക്കൗണ്ടിൽ വരുന്നതുവരെ സമരം തുടരുമെന്ന് യൂണിയനുകൾ. എന്നാൽ ഈ മാസവും പെൻഷൻ മുടങ്ങാനാണ് സാധ്യത. 50 കോടി രൂപയാണ് ധനവകുപ്പിനോട് KSRTC ആവശ്യപ്പെട്ടതെങ്കിലും ലഭിച്ചത് 30 കോടി രൂപ. ഇത് കഴിഞ്ഞ ദിവസം KSRTCയുടെ അക്കൗണ്ടിലെത്തി. എന്നാൽ ശമ്പള വിതരണം ചെയ്യാനായി ഇനി ഒരു ദിവസം കൂടി എടുക്കും. ബാങ്കുകൾ പ്രവർത്തിക്കാത്തതാണ് കാരണമെന്ന് KSRTC മാനേജ്മെന്റ് അധികൃതർ പറയുന്നു. ജീവനക്കാരുടെ അക്കൗണ്ടിൽ വന്നതിന് ശേഷം മാത്രമേ ചീഫ് ഓഫീസിന് മുന്നിൽ സംയുക്ത യൂണിയനുകൾ നടത്തുന്ന സമരം പിൻവലിക്കുകയുള്ളൂ എന്നാണ് സംഘടനകൾ പറയുന്നത്. ശമ്പളം ഒറ്റഗഡുവായി തന്നെ നൽകണമെന്ന ഉറച്ച നിലപാടിലാണ് സംഘടനകൾ. അത്തരത്തിലൊരു ഉറപ്പ് കിട്ടുന്നതുവരെ മാനേജ്മെന്റിനെതിരെയുള്ള പ്രതിഷേധം തുടരാനാണ് തീരുമാനം. ഈ സർക്കാർ എപ്പോഴും പറയുന്ന തൊഴിലാളി സർക്കാർ എന്നാണ്. പക്ഷേ ഈ തൊഴിലാളി സർക്കാർ ഭരിക്കുന്ന സ്ഥലത്ത് ഈ ജീവനക്കാരൻ 30 ദിവസം പണിയെടുത്തിട്ട് വീണ്ടും 30 ദിവസം സമരം ചെയ്ത് ശമ്പളം വാങ്ങിക്കേണ്ട ഗതികേട് ഈ കേരളത്തിലല്ലാതെ വേറെ എവിടെയും കേട്ടുകേൾവിയില്ലാത്ത ഒരു സംഭവമാണ് ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നത്. അടുത്ത 6 മാസം കൂടി ശമ്പളം ഗഡുക്കളായി വിതരണം ചെയ്യേണ്ടി വരുമെന്നാണ് മാനേജ്മെന്റ് അധികൃതർ പറയുന്നത്. എന്നാൽ അടുത്ത മാസത്തെ ശമ്പളം 5-ാം തീയതിക്ക് മുമ്പ് നൽകിയില്ല എങ്കിൽ സമരം ശക്തമാക്കാനാണ് സംഘടനകളുടെ തീരുമാനം. ആദ്യ ആഴ്ചയിൽ വിതരണം ചെയ്യേണ്ട മെയ് മാസത്തെ പെൻഷൻ ഇതുവരെയായും വിതരണം ചെയ്തിട്ടില്ല. പെൻഷൻ മുടങ്ങിയതിൻ്റെ പേരിൽ ചീഫ് സെക്രട്ടറിയും ഗതാഗത സെക്രട്ടറിയും കഴിഞ്ഞ മാസം ഹൈക്കോടതിയിൽ ഹാജരായി വിശദീകരണം നൽകിയിരുന്നു. ഈ മാസം 12 കഴിഞ്ഞിട്ടും ഇതുവരെയായും പെൻഷൻ നൽകാൻ KSRTC അധികൃതർക്ക് കഴിഞ്ഞിട്ടില്ല. ഈ സാഹചര്യത്തിൽ പെൻഷൻകാരുടെ സംഘടന ഹൈക്കോടതിയെ സമീപിക്കാനാണ് നീക്കം. കേരള വിഷൻ ന്യൂസ്, തിരുവനന്തപുരം.